നമസ്കാരം. ഇന്ത്യൻ റെയിൽവേ അടിമുടി മാറാൻ പോകുന്നു. ആത്മനിർഭർ ഭാരത് പദ്ധതിയുടെ ഭാഗമായി ബുള്ളറ്റ് ട്രെയിനുകൾ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാൻ പോവുകയാണ്. ഇന്ത്യൻ റെയിൽവേയുടെ കോച്ചുകൾ നിർമ്മിക്കുന്ന ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയാണ് ഇതും നിർമ്മിക്കുക. 2026ഓടെ മുംബൈക്കും അഹമ്മദാബാദിനും ഇടയിലുള്ള ബുള്ളറ്റ് ട്രെയിൻ ഇടനാഴിയുടെ പണി തീരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അവിടെയാണ് ആദ്യ ഇന്ത്യൻ നിർമ്മിത ബുള്ളറ്റ് ട്രെയിനും ഓടുക. അതുകൊണ്ട് ഈ വർഷം തന്നെ 2 സ്റ്റാൻഡേർഡ് ഗേജ് ബുള്ളറ്റ് ട്രെയിനുകളുടെ പണി ആരംഭിക്കും. മണിക്കൂറിൽ 250 കിലോമീറ്റർ ആയിരിക്കും ഇതിൻ്റെ പരമാവധി വേഗത. ജപ്പാനിലെ E5 ശ്രേണിയിലുള്ള അതിവേഗ ബുള്ളറ്റ് ട്രെയിനുകളുടെ മാതൃകയിലായിരിക്കും ഈ ട്രെയിനുകൾ നിർമ്മിക്കുക. ഒരു ട്രെയിനിൽ 8 കോച്ചുകൾ ഉണ്ടാവും. അഹമ്മദാബാദ് മുംബൈ റെയിൽ ഇടനാഴി രാജ്യത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്കും വ്യാപിപ്പിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഭാഗമായി അഹമ്മദാബാദിൽ നിന്ന് ദില്ലിയിലേക്കും ദില്ലിയിൽ നിന്ന് ചണ്ഡീഗഡിലേക്കും അവിടെ നിന്ന് ഘട്ടം ഘട്ടമായി അമൃത്സറിലേക്കും വാരണാസിയിലേക്കും പിന്നെ അവിടെ നിന്ന് ജമ്മുവിലേക്കുമൊക്കെ നീട്ടാൻ പദ്ധതിയുണ്ട്. ഇതുകൂടാതെ പാത ഇരട്ടിപ്പിക്കലും വൈദ്യുതീകരണവും കവച് സംവിധാനത്തിൻ്റെ വിപുലീകരണവും എല്ലാം റെയിൽവേയുടെ പദ്ധതിയിലുണ്ട്. ഇതുകൂടാതെ 200 പുതിയ വന്ദേ ഭാരത് കോച്ചുകൾക്കുള്ള ഓർഡറും സർക്കാർ ICFന് നൽകിയിട്ടുണ്ട്. ആദ്യ 2 ടേമിലെയും പോലെ തന്നെ ഇപ്രാവശ്യവും അടിസ്ഥാന വികസനത്തിന് ഊന്നൽ നൽകിക്കൊണ്ടാണ് മോദി സർക്കാർ മുന്നോട്ട് പോകുന്നത്. കൂടുതൽ വികസനത്തിനായി നമുക്ക് കാത്തിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.